ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, അവസാന വിരുന്നിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ക്രിസ്തു തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നത്: ഞാൻ സമാധാനം തന്നിട്ട് പോകുകയാണ്. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ എൻ്റെ സമാധാനം നൽകുന്നത്. അപ്പോൾ ലോകം നൽകുന്ന സമാധാനവും ക്രിസ്തു നൽകുന്ന സമാധാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോകം നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത യുദ്ധമില്ലാത്ത ഒരവസ്ഥയാണ്, പ്രശ്നങ്ങളില്ലാത്ത ഒരവസ്ഥയാണ്. ഇതാണ് ലോകം നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ക്രിസ്തു നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താ? പ്രശ്നങ്ങളൊന്നും മാറണമെന്നില്ല, എങ്കിലും നിൻ്റെ മനസ്സിൻ്റെ സമാധാനം, സ്വസ്ഥതയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട എന്ന് ക്രിസ്തു പറയുന്ന കാര്യം എന്താ? ഭയപ്പെടുത്തുന്നത് പലതും നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുമ്പോഴും നിൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തിക്കളയാതെ അല്ലെങ്കിൽ കെട്ടുപോകാതെ നിന്നെ കാത്തു സംരക്ഷിക്കുവാൻ നിൻ്റെ ദൈവമായ കർത്താവ് ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഗ്യാരണ്ടിയാണ്. എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നതെങ്കിലും നമ്മുടെ കൈ പിടിക്കാൻ അപ്പനുണ്ടെങ്കിൽ, അമ്മയുണ്ടെങ്കിൽ, മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് മാറില്ല. കാരണം എന്താ? ഏതൊരു പ്രശ്നത്തെയും അതിജീവിക്കാൻ എൻ്റെ അപ്പന് കഴിയും, അമ്മയ്ക്ക് കഴിയുമെന്ന് ഒരു കുഞ്ഞിനറിയാം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കും, സന്തോഷത്തോടുകൂടെ ആയിരിക്കും യാത്ര ചെയ്യുക. അറിയാം, കർത്താവും ശിഷ്യന്മാരും കൂടി മറുകരയ്ക്ക് യാത്രയാകുമ്പോൾ അതിശക്തമായ കാറ്റും കോളും വന്ന് അവരുടെ വഞ്ചിയിൽ വന്നടിക്കുമ്പോഴും ആ വചനത്തിൽ നാം കാണുന്നുണ്ട്, ക്രിസ്തു ആ വഞ്ചിയുടെ അമരത്ത് തലയണ വെച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. വലിയ കാറ്റും കോളും ഒക്കെ ചുറ്റുമുണ്ട്, എന്നിട്ടും മനസ്സിൻ്റെ സ്വസ്ഥത കെട്ടുപോകാതെ അവന് കിടന്നുറങ്ങാൻ പറ്റി എന്ന് പറയുന്ന ആ ഒരു അനുഭവമില്ലേ, അതാണ് ക്രിസ്തു നൽകുന്ന സമാധാനം എന്നതിൻ്റെ അർത്ഥം. കുരിശിൻ്റെ വഴിയുടെ അവസാനം ആ കുരിശിൽ അവൻ മരിക്കുന്നത് എത്ര സമാധാനത്തോടെയാണ്. കാരണം എന്താ? പിതാവായ ദൈവത്തിലുള്ള ആശ്രയത്വമാണ് ഈ സമാധാനത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് തിരിച്ചറിയുക. നമുക്കറിയാം, പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ജീവിക്കാം, സ്വസ്ഥത നമുക്ക് ലഭിക്കും എന്ന് കരുതിയാൽ ജീവിതത്തിൽ എന്നെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് പോലെ ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ടൊന്ന് ജീവിക്കാം, എന്നിട്ടൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാം എന്നാരെങ്കിലും കരുതിയാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കില്ല. കാരണം എന്താ? പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാം പഠിക്കേണ്ടത് എന്താ? പ്രശ്നങ്ങളുടെ നടുവിലും മനസ്സിൻ്റെ സ്വസ്ഥത കെട്ടുപോകാതെ ജീവിക്കാൻ പറ്റുന്ന ആ ഒരു വലിയ ചൈതന്യമാണ്, അല്ലെങ്കിൽ കരുത്ത. അതാണ് ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത സമാധാനം. എന്ന് വെച്ചാൽ ലോകത്തിൻ്റേതായ സമാധാനം അത് ക്ഷണികമാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു യുദ്ധത്തിൻ്റെയോ ജീവിത പ്രശ്നത്തിൻ്റെയും മുമ്പിൽ തീർന്നു പോകുന്നതും തകർന്നു പോകുന്നതുമാണ് ലോകം വച്ച് നീട്ടുന്ന സമാധാനം. എന്നാൽ ക്രിസ്തു നൽകുന്ന സമാധാനം സാഹചര്യങ്ങളെയോ അവസ്ഥകളെയോ നോക്കിയിട്ടല്ല, മറിച്ച് നിൻ്റെ ഉള്ളിൽ നിൻ്റെ ദൈവമായ കർത്താവിന് ഇടമുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും അവൻ നോക്കിക്കൊള്ളും. ആ ഗ്യാരണ്ടിയാണ് ക്രിസ്തു നൽകുന്ന സമാധാനത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും നിൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയാൻ അവിടുന്ന് അനുവദിക്കില്ല. നമുക്കറിയാം, തിരമാറിയിട്ട് വഞ്ചി ഇറക്കാം എന്ന് കരുതിയാൽ എന്നെങ്കിലും വഞ്ചി കടൽ കാണും? ഒരിക്കലും ഇല്ല. കാരണം തിരകൾ ഒന്നിന് പിറകെ മറ്റൊന്നായി
വന്നുകൊണ്ടിരിക്കും. മുക്കുവൻ ചെയ്യുന്നത് എന്താ? തിരയെ മുറിച്ച് തന്നെ അവൻ കടലിനെ ഭേദിച്ച് മുന്നോട്ട് പോകും. ജീവിത പ്രശ്നങ്ങളാകുന്ന തിരമാലകൾ അടങ്ങട്ടെ, എന്നിട്ട് വഞ്ചിയുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് കരുതിയാൽ ഈ വഞ്ചി ഒരിക്കലും കടലിൽ കാണൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പഠിക്കേണ്ടത് തിരയെ മുറിച്ചു മുന്നേറുന്ന മുക്കുവൻ്റെ മനസ്സിൻ്റെ കരുത്ത. അതിന് പറയുന്ന പേരാ സമാധാനം, ശാലോ. അതുകൊണ്ട് ക്രിസ്തു ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ മുന്നിൽ ചെന്നിട്ടും ആദ്യം പറഞ്ഞ വാക്കെന്താ? ശാലോം, സമാധാനമെന്ന. ഈ സമാധാനമാണ് ഓരോ ബലിയിലും ദൈവമായ കർത്താവ് നമുക്ക് തരുന്നത്. ആ ദിവ്യകാരുണ്യത്തിൻ്റെ കരുത്താണ് നമ്മുടെ അടിസ്ഥാനപരമായ സമാധാനത്തിൻ്റെ കാരണം എന്ന തിരിച്ചറിവോടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുമ്പോൾ സാഹചര്യം എന്തുമായി കൊള്ളട്ടെ, മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തിക്കളയാൻ പുറത്തുള്ള യാതൊന്നിനും കഴിയില്ല. ശാലോ അതെന്നും ഉണ്ടാകട്ടെ.